16 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 16 ലാസ്റ്റ് പറഞ്ഞ പ്രൈസ് ഉള്ളത്. സിം ഇടാത്തത് വൈഫൈ കണക്റ്റാക്കണത് 400. മറ്റേ സിം ഇടുന്നത് 500. റേറ്റ് എങ്ങനെ? 150 200 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ടാബ് 6500. ടാബ് നോക്കുകയാണെങ്കിൽ ഫ്രഷ് പീസ് ടാബ് നല്ല 6500. സിം 6 GB. ഇതിന് ഏകദേശം എത്ര രൂപ കിട്ടും? ഏകദേശം നമുക്ക് 5,800 കൊടുക്കാം. 5. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ തിരൂർ ഗൾഫ് മാർക്കറ്റ്, മൊബൈൽ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിലേക്കാണ് തന്നെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് മൊബൈൽ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈലുകൾ സെയിൽ ചെയ്യുന്ന കടകളുണ്ട്. അതേപോലെ മറ്റ് ഇലക്ട്രോണിക്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എന്നാലും വിലക്കുറവ് വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണിത്. വെള്ളിയാഴ്ചകളിൽ ഇവിടെ വെള്ളിയാഴ്ച മാർക്കറ്റ് ആയിക്കാറുണ്ട്. ഇത് നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും അടുത്തായിട്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സാധനങ്ങളെല്ലാം ഇവിടെ കച്ചവടം നടത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരിക. പിന്നെ ഡ്രസ്സുകൾ കിട്ടും. ഡ്രസ്സുകളൊക്കെ വളരെ വിലക്കുറവിലാണ് കിട്ടുന്നത്. ഏകദേശം ആ ഭാഗത്തൊക്കെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത്. അതൊക്കെ എല്ലാം പിന്നെ മൊബൈൽ ആക്സസറീസൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കടകൾ കാര്യങ്ങളുണ്ട്. പിന്നെ വാച്ചുകൾ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം കേട്ടോ. നമ്മൾ ഇവിടുത്തെ ഓരോരോ ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മൊബൈൽ സെയിൽ ചെയ്യുന്ന ഒരു കട ഉണ്ട്. അത് സാധാരണ നോക്കിയ ഫോണുകൾ കാര്യങ്ങളും പിന്നെ ഇവിടെ ടാബുകൾ, പിന്നെ വാച്ചുകൾ, മൊബൈലിൻ്റെ ബാറ്ററികൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നമ്മൾ സാധാരണ മൊബൈൽ ഫോണില്ലേ, നമ്മളെ ടച്ച് അല്ലാത്ത സാധാരണ നമ്മളെ സ്വിച്ച് ഫോണുകൾ കിട്ടും. കണ്ടോ, സ്വിച്ച് ഫോണുകൾ കിട്ടുന്നൊരു മൊബൈൽ എൻ്റെ ഫോണുകൾ കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാ ഒത്തിരി ഫോണുകൾ വെച്ചിട്ടുണ്ട്. അപ്പം നോക്കിയൻ്റെ ഉണ്ട്, അതായത് നോക്കിയൻ്റെ ഒരുപാട് മോഡൽസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പല കമ്പനികളിൽ വന്നിട്ടുണ്ട്. മൊബൈലിൻ്റെ ബോർഡുകൾ, അതായത് ഇത്തരത്തിലുള്ള ബാറ്ററികൾ, നമ്മളെ ചെറിയ ഫോണുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. റേറ്റ് എങ്ങനെ? 150 200 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള മൊബൈലിനെ കണ്ടില്ലേ, 150 രൂപ വരുന്നുള്ളൂ. അതേമാതിരി ചില മൊബൈൽ എടുക്കേണ്ട സമയത്താണെങ്കിൽ 200 വരുവാണോ. മറ്റുള്ള മൊബൈലൊക്കെ എടുക്കുകയാണെങ്കിൽ 200 വരും. കേട്ടോ, 150 200 250 ആ റേഞ്ചിലാണ് എല്ലാ മൊബൈലുകളും. പിന്നെ ബാറ്ററികളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ അതാട്ടോ ഇവിടെ മൊബൈലിന്റെ സാധാ മൊബൈലിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെയിൽ ഉണ്ട്. അതിന് ബാറ്ററിക്ക് ഏകദേശം വരുന്ന പറഞ്ഞാൽ 20 രൂപ 30 രൂപ ആ റേഞ്ചിലൊക്കെ റേഞ്ചിലാട്ടോ. പിന്നെ ഒരുപാട് മൊബൈൽ ഫോണുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല ഇവിടെ ഒരുപാട്. പിന്നെ മൊബൈലിന്റെ ബോർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മളെ തിരൂര് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിങ്ങിന്റെ അവിടെ തന്നെ ഇരിക്കുന്നത്. ഇതാട്ടെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ല, നമ്മൾ ഒത്തിരി വാച്ചുകൾ കാര്യങ്ങൾ അങ്ങനത്തെ തന്നെയാണ്. മൊബൈലിന്റെ ബാറ്ററികൾ വെച്ചിട്ടുണ്ട്. മൊബൈലിന്റെ ബാറ്ററി കണ്ടില്ലേ ഒരുപാടുണ്ട്. ഇതിപ്പോ നമ്മളെ സാധാരണ ടച്ച് ഫോണിന്റെ ബാറ്ററികൾ കാര്യങ്ങളുണ്ട്. ഒത്തിരി കമ്പനികൾ ബാറ്ററികളൊക്കെ കാര്യങ്ങളെല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാറ്ററിക്ക് അങ്ങനെ റേറ്റ് 50 60 70 അത്ര വരുന്നുള്ളൂ ഇവിടെ. 100 വരെ ഉണ്ട്. പിന്നെ വാച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ വാച്ചാണല്ലേ, പഴയ വാച്ച് നമുക്ക് ഉപയോഗിക്കുന്നവർക്കാണ് അങ്ങനെ ഉപയോഗിക്കാം. അടുത്ത് പഴയ വാച്ചാണ് വെച്ചിട്ടുള്ളത്. 100 70 50 അങ്ങനെ പോകൂലേ. ഒത്തിരി വാച്ചുകൾ കളക്ഷനും വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ വർക്കിംഗ് ഉണ്ടോ, വാച്ചൊക്കെ വർക്കിംഗ് ആണ്. ഇപ്പൊ 100 70. പിന്നെ ചെങ്ങലന്റെ വാച്ചുകളുണ്ട്, നല്ല അടിപൊളി ചെങ്ങലന്റെ വാച്ചുകളുണ്ട്. ഇതൊക്കെ ഏകദേശം 100 120 ആ റേഞ്ചിലൊക്കെ തന്നെ എല്ലാവരും സെയിൽ ചെയ്യുന്നത് കണ്ടോ. ഇതൊക്കെ ഇപ്പം കിട്ടുന്ന എവിടെ വെച്ചാൽ നമ്മളെ പാർക്കിങ്ങിന്റെ അവിടെ, റെയിൽവേന്റെ പാർക്കിങ്ങിന്റെ അവിടെയായിട്ട് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മള് ടാബുകൾ വരുന്നുണ്ട്. ടാബുകള് അതേമാതിരി ജിയോന്റെ ഒക്കെ നമ്മളെ സ്വിച്ച് ഫോണുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് ആയിരുന്നു? ഏകദേശം സിം ഇടാത്തത് വൈഫൈ കണക്റ്റാക്കണത് 400. മറ്റേ സിം ഇടുന്നത് 500. സിം ഇടണമെങ്കിൽ 500 അല്ലേ? ഡബിൾ സിം. ഡബിൾ സിം. ഇപ്പൊ ഏതാണ് സിം ഇടുന്ന മോഡല്? സിം ഇടുന്നത് ഇതാണല്ലേ. അപ്പൊ ഇവരൊക്കെ ഡെയിലി ഇവിടെ കച്ചവടം ചെയ്യുന്ന ടീമാണ് കേട്ടോ. പിന്നെ കീപാഡ് ഒക്കെ ജിയോന്റെ ഫോണാണെങ്കിൽ 300 അല്ലേ. ഇതാണെങ്കിൽ 300 രൂപ കിട്ടും. അതേമാതിരി സാംസങ്ങിന്റെ ഈ മൊബൈൽ ഉണ്ടോ? J2 അതിനൊക്കെ 600 അല്ലേ. J2ന്റെ 600. അതൊക്കെ 700 കിട്ടും. അപ്പൊ ടാബൊക്കെ ആണെങ്കിൽ ഏകദേശം എത്ര 400. സാധക്ക് 400. സിം ഇടുന്നത് 600 അല്ലേ. അപ്പൊ നമ്മള് ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്. നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. നമ്മൾ നമ്പർ വേണോ?
ആ നമ്പർ വേണമെങ്കിൽ നമുക്ക് താഴെ കൊടുക്കാം. നമ്പർ കൊടുത്താളെ. അവിടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക്സ് അങ്ങനെ പല സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒത്തിരി ഐറ്റംസ് കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഏത് നോക്കുന്നത്? ആദ്യം എന്തൊക്കെയാ വന്നിട്ടുള്ളത്? ഡ്രിമ്മറില്ലേ? ഡ്രിമ്മറിനൊക്കെ എങ്ങനെ വന്നേ? 300-350 അതേ ഓരോ കമ്പനിനനുസരിച്ച്. ഇതെന്താ വന്നിട്ടുള്ളത്? വാട്ടർ ബോട്ടിൽ. പുതിയ മോഡൽ വാട്ടർ ബോട്ടിലാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ ജിമ്മിനൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വാട്ടർ ബോട്ടിൽ കാര്യങ്ങളാണത്. ഡ്രിമ്മർ കേട്ടോ, ഒരുപാട് ഡ്രിമ്മർ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഡ്രിമ്മറൊക്കെ കൊടുക്കുമ്പോൾ ഈ ഗ്യാരണ്ടി കൊടുക്കും? ഗ്യാരണ്ടി ഉണ്ടാവില്ലല്ലേ? ഇത് കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഗ്യാരണ്ടി ഇല്ലാത്തത്. പിന്നെ വേറെന്താ ഐറ്റംസ്? ഒരുപാട് ഐറ്റംസ്. ബ്ലൂടൂത്ത് സ്പീക്കറുകളല്ലേ? സ്പീക്കറുകൾ ഇപ്പൊ എങ്ങനെ വന്നേ? സ്റ്റാർട്ടിങ് 250 സ്റ്റാർട്ടിങ്ങില്ലേ? സ്പീക്കറുകൾ പറഞ്ഞാല് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ പറഞ്ഞാൽ 250 ആ റേഞ്ചിലാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സ്പീക്കറുകള് അതേ റേഞ്ച് തന്നെയല്ലേ? അതേ റേഞ്ച് തന്നെ 400 രൂപ വരും. പിന്നെ ഡിമ്മർ ഇപ്പൊ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടല്ലേ? പിന്നെ വേറെ എന്താ ഐറ്റം വന്നത്? ടോർച്ചുകള്, പല ഐറ്റം ടോർച്ചുകൾ ഇപ്പൊ രാത്രി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റം ടോർച്ചുകൾ കേട്ടോ. അതിപ്പോ രണ്ട് സൈഡിലും കത്തുന്ന മോഡൽ. അപ്പൊ LED ഉണ്ട്, അത് കളറും കത്തുന്ന മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വെയിറ്റ് മെഷീൻ വന്നിട്ടുണ്ടല്ലോ അവിടെ. വെയിറ്റ് മെഷീൻ ഒക്കെ എങ്ങനെ? അപ്പൊ ചെറിയൊരു കച്ചവടക്കാർക്കൊക്കെ വേണമെങ്കിൽ പെട്ടെന്നുണ്ടോ അല്ലെ? അപ്പൊ ഇതിനൊക്കെ എത്ര റേറ്റ് തന്നെ? 300 രൂപ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഗ്രാമാണ് എത്ര കിലോനാന്നൊക്കെ അറിയാൻ പറ്റുന്ന ഐറ്റം കേട്ടോ. പിന്നെ ഇതൊക്കെ ലൈറ്റ് ആണ് ഇവിടെ വെച്ചിട്ട് ലൈറ്റ് ആണല്ലേ? ലൈറ്റും കൂടി വരുന്ന പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പല സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആളെ 30 രൂപ അല്ലെ? കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ റൈറ്റാണ്. ഇതിന് 30 രൂപയായിട്ട് വരുന്നത് കണ്ടോ. പിന്നെ അത്തരത്തിലുള്ള ഇലക്ട്രോണിക്സിനൊക്കെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ? ഹെഡ്സെറ്റ് അപ്പൊ എത്ര പിന്നെ വാട്ടർ ബോട്ടിൽ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വാട്ടർ ബോട്ടിലൊക്കെ ഒരുപാട് ഇറക്കിയിട്ടുണ്ടല്ലേ? പിന്നെ ഫാനുകൾ ഒന്നുമില്ല, ഫാനൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഫാന് വന്നിട്ടുണ്ട് കണ്ടോ. ഒരുപാട് ഐറ്റം കിട്ടുന്നുണ്ട്. അപ്പൊ വാങ്ങേണ്ട താല്പര്യമുള്ളവരുടെ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിങ്ങിന്റെ അവിടെ കേട്ടോ കാക്കന്റെ ഇത് വരുന്നത്. പിന്നെ ഫാനില്ലേ? ഇങ്ങനത്തെ ഫാന്. പിന്നെ ബോസ് ഐറ്റംസ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. തിരൂര് കോയിനൂർമാളുടെ അകത്തേക്ക് കയറിയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ. കുഞ്ഞാവ മൊബൈൽസ് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വന്നിട്ടുള്ളത്. ഇവിടെ ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോണിലാണെങ്കിൽ ഒരുപാട് മൊബൈൽ ഫോൺ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇപ്പൊ പുതിയ മോഡൽസ് കാര്യങ്ങളൊക്കെ എന്താ വന്നിട്ട് ചോദിച്ചോക്കാം. പുതിയ മോഡൽസ് ഇപ്പൊ കാണുന്നത്? പുതിയ മോഡൽസ് വരുന്നത് ഇപ്പൊ ഓപ്പോന്റെ F29 Pro മോഡലൊക്കെ ഉണ്ട്. ഓപ്പോന്റെ അല്ലേ? ജസ്റ്റ് അത്യാവശ്യം വന്നതാണ്. പിന്നെ അതുപോലെ റെനോ 8 Pro അതെല്ലാം ഫ്രഷ് അല്ലേ? ഇപ്പൊ ജസ്റ്റ് 1 വീക്ക് ഒക്കെ ആക്ടിവേഷൻ ആയിരുന്നു. വില കുറച്ചിട്ട് വരും. വില കുറച്ചിട്ട് വരും അല്ലേ? 19 രൂപേന്റെ ഒക്കെ അടുത്തല്ലേ? ഏകദേശം 10-20 രൂപേന്റെ 27 രൂപ ഇത് F29 Pro. ഇതാണെന്നുണ്ടെങ്കിൽ 18 രൂപ 19 രൂപ വരും. 19 രൂപ മേലെ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഷിയോമി എങ്ങനെയാ? ഷിയോമി ഇത് കുറച്ച് മുമ്പുള്ള മോഡലാണ്. അത് പഴയ മോഡലാണ്. 10 രൂപ മേലെ വരുള്ളത്. ഇതൊക്കെ ചെറിയ 6500 ചെറിയ ബഡ്ജറ്റില് 600 പിന്നെ അതുപോലെ തന്നെ റീഫർബിഷിൽ വന്നാണ് റെഡ്മി 9 5 രൂപ. എത്ര? 5 രൂപയ്ക്ക് 5000 രൂപക്ക് ഫുള്ള് പുത്തൻ. ബോസ് പീസ് 5000 രൂപ കിട്ടും. ഉണ്ടോ? അതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ടോ? ചാർജർ കാര്യങ്ങളിലുള്ള ബോസ് പീസ് 5000 രൂപ കണ്ടു കൊടുക്കുന്നുണ്ടോ? പിന്നെ അതേമാതിരി ഇതിപ്പോ 5G ആണോ 4G ആണോ? ഇത് 4G ആണല്ലേ? പിന്നെ അടുത്ത പിന്നെ റിയൽമിന്റെ ഉണ്ട്, വിവോന്റെ ഉണ്ട്, റിയൽമി GT 7 Pro ഉണ്ട്. ഇത് 10-40 രൂപ മേലുള്ള 30 ചില വരും. 30 ചില്ലാന്ന് മുമ്പ് കൊടുക്കാട്ടില്ലേ? V15 28,500. 28,500. പിന്നെ ഐഫോൺ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഐഫോൺ അത് 12 Pro ഓപ്ഷൻ. അത് 12 ബോക്സ് സെറ്റ് ഉള്ളത് ഇതിലാണ്. സെറ്റ് ബോക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പരിചയപ്പെട്ടോ.
താഴത്താണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. i20 വന്നിട്ടുണ്ട്. പിന്നെ ടാബ് വന്നിട്ടുണ്ടല്ലേ? ടാബ് 6500. ടാബ് നോക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് പീസ് ടാബ് നല്ല 6500. സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്നല്ലേ? സിം ഇട്ട് ഉപയോഗിക്കാം. പറ്റുന്ന ടാബാണ് കേട്ടോ. അതേമാതിരി നമുക്ക് ഒരുപാട് ചാർജർ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ടാബ് ഉള്ളത് ഇതൊക്കെ ഈ സാധനം ഉണ്ട്. അതിപ്പോ യൂസ്ഡാണല്ലേ? യൂസ്ഡാണ്. ഇതൊരു 3500 കൊടുക്കാം. 3500 ആ റേഞ്ച് നമുക്ക് കൊടുക്കാം. ഇതിപ്പോ സിം ഇടണോ? സിം ഇടണാണെങ്കിൽ നമുക്ക് സാംസങ്ങിന്റെ 3500 യൂട്യൂബ് വർക്ക് ചെയ്യണത് എല്ലാം വർക്ക് ചെയ്യുന്ന ഐറ്റം ആണല്ലേ? അപ്പൊ 3500 കൊടുക്കാം. പിന്നെ ഇവിടെ യൂസ്ഡ് ഫോൺസ് ഇവിടെ താഴെ ഒരുപാട് ഐറ്റം വെച്ചിട്ടുണ്ട് കണ്ടോ. എല്ലാം ഒരുപാട് ഐറ്റം യൂസ്ഡ് ഫോൺസ് വെച്ചിട്ടുണ്ട്. ഐഫോൺ ഉണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ വേറെ നോക്കുന്നേ റെഡ്മി ഉണ്ട്. റെഡ്മി നോട്ട് ഇപ്പൊ കുറഞ്ഞ മോഡലാണത്. ഇതൊരു 5500 ഒക്കെ വരും. 5500 ആ റേഞ്ച് വരില്ലേ? അതില് കുറഞ്ഞത് അത് ഫുള്ള് നല്ല കണ്ടീഷൻ പീസ് വൃത്തിയുള്ള സാധനമാണ്. സ്ക്രാച്ച് വരയും കാര്യങ്ങളൊന്നും വരാത്ത മോഡലാണ് പീസാണ്. പിന്നെ അടുത്ത പേര് വന്നിട്ടുള്ളത് പിന്നെ വിവോനുണ്ട്, റെഡ്മിന്റെ ഉണ്ട്. ഇത് റെഡ്മി ഷിയോമി 11i. അപ്പൊ ഇവിടെ ഓൺലൈനിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നേക്കട്ടെ. അതിൽ നെക്സ്റ്റ് ഒന്ന് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അത്തരത്തിലുള്ള ഒരുപാട് ഐറ്റം വന്നിട്ടുണ്ട്. ഷിയോമി വന്നിട്ടുണ്ട്. പോക്കോ ഒക്കെ 9500 കൊടുക്കാം. 9500. 5G അല്ലേ? ഇത് 5G. ഇത് 4G ആണ്. ഇത് ഒരു 5800. 4G ആകുമ്പോൾ 5800 ആ താഴെ കൊടുക്കാൻ പറ്റും. പിന്നെ സാംസങ് A53 S20 പ്ലസ് S20F ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സാംസങ്ങിന്റെ A35 എന്ന് പറഞ്ഞ മോഡല് 26 വിലയുള്ള സെറ്റാണ്. 26 റേഞ്ചുള്ള സെറ്റാണല്ലേ? ഒരു 17,000 കൊടുക്കാം. 17,000 കൊടുക്കാൻ ഒരുപാട് പ്രൈസ് റേഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഐഫോണിന്റെ 11 ഉണ്ട്. ഐഫോണിന് 11 16,000 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 16,000 ലാസ്റ്റ് പറഞ്ഞ പ്രൈസ് അല്ല. നമ്മൾ ഇതുവരെ 18,000 16,000 ലാസ്റ്റ് വരുന്ന പ്രൈസാണ് ഇറങ്ങി കേട്ടോ. പിന്നെ 16,000 എത്ര GB തന്നെ? ഇത് 128 റീപ്ലേസ്മെന്റ് ഇതുവരെ അയക്കാത്ത ബാറ്ററി കണ്ടീഷൻ. ബാറ്ററി 70 പോണ്. ഒന്നും മാറ്റി ഇതുവരെ അയക്കാത്ത ഫോണാണ്. ബാറ്ററി അയക്കാത്ത മോഡലാണ്. ഡിസ്പ്ലേ ഒക്കെ മാറ്റാത്ത മോഡലാണ്. പിന്നെ ഇത് പറയുന്നത് ഇത് സാംസങ് ഐഫോണിന്റെ 13 Pro 512 GB 83 ബാറ്ററി ഹെൽത്ത്. ഇതിന് വരെ 46,000 കൊടുക്കാം. 46 രൂപ. ഇതുവരെ പറ്റിയ 46,000 കസ്റ്റമർ. പിന്നെ അതേമാതിരി ബോക്സ് പീസ് വന്നിട്ടുണ്ട്. ഐഫോൺ 12 ആദ്യം വരുന്ന കസ്റ്റമർ 15,000 കൊടുക്കണം. ആദ്യം വിളിക്കുന്നവർക്ക് 15,000 നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. എവിടുന്നാണെങ്കിലും ഇപ്പം കൊറിയറിൽ അയച്ചു തരും കേട്ടോ. പിന്നെ ഒരുപാട് വിവോന്റെ പോക്കോന്റെ അങ്ങനെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 5G വന്നിട്ട് 4G വന്നിട്ടുണ്ട്. അതൊക്കെ കിട്ടും. പിന്നെ S25 അല്ല ബോക്സ് പീസ് റേറ്റ് 59. ജസ്റ്റ് ആക്ടിവേഷന് നല്ല റേറ്റ് 59 റേഞ്ച് വരുന്നത്. പിന്നെ അതുപോലെ S24 ഉണ്ട് ജസ്റ്റ് ആക്ടിവേഷൻ കേട്ടോ. ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ടോ. ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നേരെ നടന്നു പോകുന്ന റോഡാണ് കേട്ടോ. ഇത് S24 ഉണ്ട് ജസ്റ്റ് ആക്ടിവേഷൻ. അപ്പൊ യൂസർ മൊബൈൽസ് ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് ചെക്കിംഗ് വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ചെക്കിംഗ് വാറന്റി ഉണ്ടാവും. ചെക്കിംഗ് വാറന്റി ഉണ്ടാവില്ലേ? നോർമലി പ്രീമിയം സെറ്റ് ഒക്കെ 1 വീക്ക് കൊടുക്കുള്ളൂ. ഒരാഴ്ച കൊടുക്കുള്ളൂ. മറ്റുള്ളതൊക്കെ 2-3 ദിവസം. ചെറിയ ഒരു 10 രൂപേന്റെ താഴെയുള്ളൊക്കെ 2-3 ദിവസം കിട്ടും. 2-3 ദിവസം കൊടുക്കുള്ളൂ. പിന്നെ അതുപോലെ വാറന്റി പീസ് ആണ് കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്നത്. ഇതൊക്കെ വാറന്റി പീസ് ആണ് കേട്ടോ. കമ്പനി വാറന്റി ബാലൻസ് ഉള്ള മോഡലാണല്ലേ? ഇതൊക്കെ S24 512 നമുക്കൊരു 69 രൂപ കൊടുക്കാം. 69 കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് 256 വാറന്റി പീസ് ഉണ്ട്. ഒരു 8-9 മാസം വാറന്റി ഉള്ള. പിന്നെ അതുപോലെ S23 ഉണ്ട്. S23 ഉണ്ടല്ലേ? 49 രൂപ കൊടുക്കാം. അതുപോലെ തന്നെ അതിൽ കുറഞ്ഞതുണ്ട് S23 അൾട്ര. ഇതൊരു 45 കൊടുക്കാം. 45 കൊടുക്കാൻ പറ്റില്ല. ഇതിന് ബോക്സിലാന്ന് മാത്രം കേട്ടോ. ബാക്കിയൊക്കെ ഫുൾ കണ്ടീഷനാണ്. പിന്നെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പൊ അതേക്കാണ് വന്നിട്ടുള്ളത്. ഇത് ഐഫോണിന്റെ 14 ഉണ്ട്.
14 അല്ലേ? ഇതൊരു 35-നുള്ളിൽ കൊടുക്കാൻ പറ്റും. 35-നുള്ളിൽ കൊടുക്കാൻ പറ്റും. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ആണ്. ഒന്നുമില്ലാത്ത അതിന് കേബിള് അയക്കാത്ത അയക്കാത്താണല്ലേ? പിന്നെ അതുപോലെ തന്നെ ഐഫോൺ 15 15 256 ഒരു 48 രൂപ കൊടുക്കാം. 48 രൂപ കിട്ടും. പിന്നെ 16 Pro Max അതിലെ ബോസ് പീസ് അല്ല, നീറ്റ് പീസ് ആണല്ലേ? ഇത് വാറണ്ടി, ഇത് 7 മാസം വാറണ്ടിയിലാണ്. എത്ര മാസം? 7 മാസം. 7 മാസം വാറണ്ടി ബാക്കിയുള്ള മോഡൽ. പിന്നെ അതുപോലെ തന്നെ A54 ഉണ്ട്, അതൊക്കെ ഒരു 17 രൂപ കൊടുക്കാം. 17 രൂപയ്ക്ക്. പിന്നെ S24 FE ഉണ്ട്. A55 ഉണ്ട്. A55 നമുക്കൊരു 23 രൂപ കൊടുക്കാം. 23 രൂപയ്ക്ക്. ഫ്രഷ് ഏകദേശം 30 കിലോ വിലയാണ്. ജസ്റ്റ് സീൽഡ് കട്ടുള്ള പീസാണ്, നല്ല വൃത്തിയുണ്ടാവും, നല്ല നീറ്റ് പീസ് ആണല്ലേ? സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ X200 അല്ലേ? X200 ഉണ്ട്, X90 ഉണ്ട്. X90 ഇത് 45 രൂപ കൊടുക്കാം. 45 അല്ലേ? X90 ഒരു 45 ടാബ് ആണല്ലേ? ടാബ് ഇത് സാംസങ്ങിന്റെ A9+ മോഡലാണ്. ഇതിന് 16 രൂപ. 16,000 രൂപ. ഒരുപാട് ഐറ്റംസ് ഇവിടെ സ്റ്റോക്ക്. തിരൂര് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. K1 മൊബൈൽസ് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് വന്നിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് യൂസ് മൊബൈൽസ് കാര്യങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചേക്കാം. ഇവിടെ യൂസ് മൊബൈൽസ് ഫുള്ളാണ് സെയിൽ ചെയ്യുന്നുള്ളത്. ഇതിപ്പം ഇവിടുന്ന് വാങ്ങുമ്പോൾ ചെക്കിംഗ് വാറന്റി കൊടുക്കൂലേ? ചെക്കിംഗ് വാറന്റി കൊടുക്കൂലേ? ഇപ്പം ഏറ്റവും കുറഞ്ഞ മോഡൽ ഏതാ വന്നിട്ടുള്ളത്? കുറഞ്ഞ മോഡല് വിവോന്റെ 2800 അല്ലേ? വിവോന്റെ ഈ ഒരു മോഡലാണ് ഇപ്പൊ 2800 വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ 4G മൊബൈലാണ്. 5G മോഡലാണ്. വേറെ ഉണ്ട്, ഇതൊക്കെ 4G ആണ്. ഇതൊക്കെ 4G ആണല്ലോ. ഇപ്പൊ ആദ്യം കാണിക്കുന്ന ഏകദേശം നമ്മളെല്ലാം 4G ആണ് കേട്ടോ. ഇതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണ്, എല്ലാം തന്നെ ഏകദേശം വർക്കിംഗ് കണ്ടീഷൻ ആണ് കേട്ടോ. പിന്നെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് ഇവിടെ നോക്കിയാണ്ട് ഇവിടെ വിളിച്ചാലും ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. 5G ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല. കണ്ടാല് ചെയ്യേണ്ടി വരും. അതിനെല്ലാം പേ ചെയ്താണ്ട് ക്യാഷ് അയക്കേണ്ടി വരും കേട്ടോ. പിന്നെ അടുത്ത മോഡൽ പേ തന്നെ ഇത് 5G മോട്ടോറോ 5G സെറ്റാണ്. മോട്ടോറോയുടെ 5G സെറ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ G54 5G. ഇത് ഏകദേശം എത്ര വരുന്നുണ്ട്? 12 GB റാം, 256 GB, 5800. 5G മൊബൈൽസ് നോക്കുകയാണെങ്കിലും മോട്ടോറിന്റെ 5800 വന്നിട്ടുള്ളൂ കേട്ടോ. റിയൽമി 5800 തന്നെ. 8 GB റാം, 128. 8 GB റാം, 128. ഓപ്പോ 5G 8 GB റാം, 128. റിയൽമി 5G ആണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് പീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ടോ. സാംസങ് 5G. ഒരുപാട് ഐറ്റംസ് വേറെ കൂടെ വന്ന് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ്. ഇതൊക്കെ സാംസങ് 5G ആണ്. സാംസങ്ങിന്റെ 5G, മോട്ടോ 5G 4G മൊബൈൽസ്. ഇപ്പൊ ഐഫോൺ എത്തിയിട്ടില്ല. ഇപ്പൊ ഐഫോണ് സ്റ്റോക്ക് വരാണ്ട്. വലിയ ഐറ്റങ്ങളാണ്. 13 Pro, 14 Pro, 16 Pro, 18 Pro അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ. അത് ഐറ്റങ്ങളൊക്കെ വരാണ്ടില്ലേ? ചെറിയ മോഡലൊക്കെ അവിടെ വരുന്നുണ്ട്. 256 GB. 256 GB. ഇതിന് ഏകദേശം എത്ര രൂപ കിട്ടും? ഏകദേശം നമുക്ക് 5,800 കൊടുക്കാം. 5,800 നമുക്ക് ഐഫോൺ കൊടുക്കാം കേട്ടോ. 256 GB. ഇതാണ്ട് മോഡൽ പറഞ്ഞാൽ കണ്ടോ. പിന്നെ ഇവിടെ വന്ന് എടുക്കുന്നതിന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മോഡല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇതാണ് 256 GB ആണ് റെഡ്മിന്റെ പുതിയ മോഡലാണ്. പുതിയ മോഡൽ. ഇത് എത്ര? ഏകദേശം 8,800 ആ റേഞ്ചിൽ വരുന്നുണ്ട്. 8,800 ആ റേഞ്ച് വരുന്നത്. ഇതൊക്കെ ആണെങ്കിൽ 6 സംതിങ് റേഞ്ചിൽ വരുന്നുണ്ട്. 6 സംതിങ് വരുന്നില്ലേ? ഇപ്പൊ റിയൽമിയിലെ അത് റിയൽമി, റെഡ്മി, ഓപ്പോ റെനോ ഉണ്ട്. ഓപ്പോന്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതില് ഓപ്പോ റെനോന്റെ മോഡലാണ്. 6,500 5G. 6,500 5G. പിന്നെ റെഡ്മി, ഓപ്പോ, വിവോ. ഇതിപ്പോ ഏതാ? റെഡ്മി അല്ലേ?
ഇത് ഓപ്പോ, ഇത് റിയൽമി. റിയൽമി ആണ് വന്നിട്ടുള്ളത്. പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പഴയ മോഡലും പുതിയ മോഡലായിട്ടുള്ള ഒരുപാട് മൊബൈൽ ഫോൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം കടയിൽ പെട്ടെന്ന് തന്നെ അവരെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഒത്തിരി മൊബൈൽ ഫോണുകളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും.